ನನಗೆ ಇಲ್ಲಿ ಬಂದು ತುಂಬ ಖುಷಿಯಾಯಿತು. ನೋಡಲಿಕ್ಕೆ ತುಂಬ ಮನೋಹರ ಉಂಟು. ಹೇಳಿದ್ರೆ ತುಂಬ ಇನ್ನು ವರ್ಣಿಸ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ಅಷ್ಟು ಒಳ್ಳೆಯದು. ನಾವು ಈ ಬಿಸಿಲಲ್ಲಿ ಇರುವಾಗ ಇಂಥ ಒಂದು ತುಂಬ ಈ ಕೂಲ್ ಆಗಿರುವ ಒಂದು ಪ್ಲೇಸ್ಗೆ ಬಂದು ಮನಸ್ಸಿಗೆ ತುಂಬ ಖುಷಿಯಾಗುಂಟು. ಏಜೆಂಟ್ನಲ್ಲಿ ವರ್ಕ್ ಮಾಡ್ತಿರುವ ಎಲ್ಲರಿಗೂ ನನ್ನ ಪ್ರತ್ಯೇಕದ ಒಂದು ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತೇನೆ. നീലവാനിലലിയുന്നു ദാഹമേഘം നെഞ്ചിലലിയുന്നൻ ജീവനാഗം. ഏറ്റവും നല്ല ശുദ്ധമായ പുഴ എന്നുള്ളത് അത് അങ്ങനെ ഒരു സ്ഥലത്തും കിട്ടില്ല. വേറെ ടൗണിലൊക്കെ പാർക്ക് ഉണ്ടെങ്കിലും ഇതുപോലെ പുഴയുടെ ഫ്രണ്ടിലായിട്ട് കിട്ടുന്ന സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. കണ്ടുപിടിച്ച് നിങ്ങളെല്ലാം ഏജന്റുകാരാണല്ലോ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, അവരെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇതിങ്ങനെ കണ്ടെത്തി എടുത്ത ആൾക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഫസ്റ്റ് തന്നെ. അത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയില്ലായിരുന്നു. ഭയങ്കര സുന്ദരമായ സ്ഥലം, ഇരിട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് കാണുന്ന ഒരു ഭയങ്കര ഒരു ഉള്ളിലൊരു കുളിര്. അടിപൊളി. ഏജന്റിന്റെ കണ്ടെത്തലിന് ബിഗ് സല്യൂട്ട്. പ്ലാസ്റ്റിക് പാർക്കാണ്. ഇനി ഇത് എക്കോ പാർക്കാക്കി മാറ്റണം. ഏജന്റ് പരമ്പര സാധ്യതകൾ. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഈ ഒരു എക്കോ പാർക്കെന്ന് ഇപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ വാർത്തകൾ നമ്മൾ ഒരുപാട് ഇതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തുടങ്ങിയ പരമ്പരയിൽ ഇപ്പോൾ ഫലം കണ്ട് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം യുവ കലാസാഹിതിയുടെ മെമ്പർമാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ വാർത്ത കണ്ടു, അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ കണ്ടു. അതിനകത്ത് യുവ കലാസാഹിതിയുടെ മെമ്പർമാരൊക്കെ ഞങ്ങളുടെ ഈ വാർത്ത കണ്ടിട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ എക്കോ പാർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി യുവകലാ സാഹിതിയുടെ വനിതാ മെമ്പർമാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ കലാകാരികളും ഒക്കെയാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ഈ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഒരു സാധ്യത, നമ്മുടെ എക്കോ പാർക്കിന് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ രാവിലെ തന്നെയാണ് അവരൊക്കെ ഈ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ സ്ഥലം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ വിശേഷങ്ങൾ, അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, നമ്മുടെ ഇരിട്ടിയുടെ ഒരു സ്വത്തായി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വാ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യുവ കലാസാഹിതിയുടെ വനിതാ മെമ്പർമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ രാവിലെ 8 മണിക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഇതിൻ്റെ മരങ്ങളുടെ സൗന്ദര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പനകൾ, അങ്ങനെ അതിൻ്റെയൊക്കെ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 പേരുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഈ സാധ്യതകൾ പരമ്പര കണ്ടിട്ട് വന്നല്ലേ? എങ്ങനെയുണ്ട് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ട് മാറിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച? ഇതുപോലെ നല്ല സുന്ദരമായ സ്ഥലം, പക്ഷെ വരുന്ന വഴിക്ക് കണ്ടത് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. പിന്നെ കുപ്പികൾ, അതൊക്കെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ഇത്രയും നല്ലൊരു സ്ഥലം ഇതുപോലെ ആക്കിയത് നമ്മൾ തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഇത് നന്നാക്കി എടുക്കാൻ പറ്റും. വേണം, എന്തായാലും വേണം. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അധികൃതർ കണ്ണ് തുറക്കണം. നല്ല സുന്ദരമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതേപോലെ എക്കോ പാർക്കൊക്കെ കാണണമെങ്കിൽ വയനാട് അതേപോലെ തന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകേണ്ടി വരും. ഇപ്പോൾ ഇരിട്ടിയുടെ ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഇവിടെ ഉച്ചയ്ക്ക് വന്നാലും നല്ല തണുപ്പാണ്. അല്ല, ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടായിട്ടും നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് ആരും യൂട്ടിലൈസ് വെച്ചാൽ ആൾക്കാർ വന്ന് ഇരിക്കാൻ പറ്റുന്നൊരു നല്ല സ്ഥലമാണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇരിട്ടി സംഗീത സഭ, നമ്മളെ യുവകലാ സാഹിതി, അതിൻ്റെയൊക്കെ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഇവിടെ വെച്ചാൽ എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ AC ഹോളിനേക്കാളും എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ആണ്. ശുദ്ധവായു ഭാവിയിൽ നടത്തുമായിരിക്കും അല്ലേ? എന്താ മാഡം പറയാനുള്ളത്? മാഡത്തിന്റെ പേര് സുമ. മാഡം എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ, ഇത് കുറേ വർഷമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്ഥലമുള്ളത്. ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്തായാലും.
അടിപൊളി നല്ല സ്ഥലം. നല്ല സ്ഥലം. ഞങ്ങളിന്ന് രാവിലെ വന്നപ്പോഴത്തേന് ചെറിയ പിള്ളേർ ബുക്കും ഒക്കെ കൊണ്ടിട്ട് സിഗരറ്റ് വലിച്ച് ഇതുവഴി പോവുക. അങ്ങനെ ഉപയോഗിക്കുകയാണ് ഈ സ്ഥലമെല്ലാം വെറുതെ. അത് ഇരിട്ടിയുടെ ഹൃദയ ഭാഗമാണ്. നല്ലൊരു സ്ഥലം. ഇതുപോലെ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ യൂസ് ചെയ്യാതിരുന്നാൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അറിയാലോ. കുറേ കോളേജ് കുട്ടികൾ മലയോര മേഖലേൻ്റെ സ്ഥിരകേന്ദ്രമാണ്. കുറേ കുട്ടികൾ ഇപ്പോൾ മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിൽ അവർക്കൊരു സ്പേസായി മാറരുത്, അത്രയേ ഉള്ളൂ. കാരണം കുട്ടികൾ ഭാവി തലമുറ ഇതൊന്ന് ഏറ്റെടുക്കുകയും കൂടി ചെയ്യണം. അതായത് ഇവിടെ കുറേ കോളേജൊക്കെ ഉണ്ട്, അവരോടും കൂടി എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിച്ചാൽ ഇത് നന്നാക്കി എടുക്കാൻ പറ്റും. വെറും അധികൃതർ മാത്രം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും കൂടി കൂടെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നടക്കുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് സംഘടനകൾ, നമ്മൾ ഇരിട്ടിയിലുള്ള ഒരുപാട് വ്യാപാര വ്യവസായ മെട്രോ അങ്ങനെ ഒരുപാട് സംഘടനകൾ, ഗ്രീൻ ലീഫ് ഉൾപ്പെടെ സംഘടനകൾ ഇവിടെ വന്ന് കണ്ട് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അവർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏജന്റ് ഒരു സാധ്യത മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മാഡത്തിന് എന്താണ് പറയുന്നത്? അതെ, ഇതെന്ന് വെച്ചാൽ ഇരിട്ടിയിൽ ഇത്രയും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനും ഇത് ഫസ്റ്റാണ് കാണുന്നത്. ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ ഭാഗ്യമാണ്. ഒന്നാമത് പുഴയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ, അത് ഇരിട്ടിക്ക് മാത്രമായിട്ടുള്ള, ഞാൻ പറയും ഇരിട്ടിനെ ഏറ്റവും സുന്ദരിയാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ പുഴയാണ്. ഇരിട്ടി ഏറ്റവും സുന്ദരിയാക്കി എടുക്കാനുള്ള പുഴയാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ്. അപ്പോൾ ആ പുഴയുടെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണത്. അപ്പോൾ നമ്മൾ ആ പുഴേനെയും കൂടി ഉൾപ്പെടുത്തി ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇരിട്ടിയിൽ വരുന്നവർക്കെല്ലാം ഒരു പാർക്കില്ല, ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികളുടെ കൂട്ടി വന്നിരിക്കാനും ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും ഒരു സ്ഥലമില്ല എന്നുള്ളത് ഒരു ഇരിട്ടിയുടെ ഒരു വലിയൊരു ഡ്രോബാക്കാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമായിട്ട് നമ്മളത് മാറ്റിയെടുക്കണം. എങ്ങനെയാണെങ്കിലും ഇത് മാറ്റിയെടുക്കണം. ഞാൻ എപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഇടുമായിരുന്നു ഇങ്ങനെ ഇരിട്ടീനെ സുന്ദരിയാക്കണമെന്ന് പറഞ്ഞ് ഇടുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിന് ഇരിട്ടീനെ സുന്ദരിയാക്കാനായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇതിങ്ങനെ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. ഇതിങ്ങനെ അത് അങ്ങനെ ആക്കരുത്. നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ ഏറ്റവും ചുറ്റും ഫുട്പാത്തൊക്കെ ഇട്ട് നടപ്പാതയെല്ലാം കെട്ടി 2.5 ഏക്കർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം നടപ്പാതയൊക്കെ ചുറ്റും നല്ല നടപ്പാത ഇട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, സ്റ്റാച്യൂസ്, അങ്ങനെ പിന്നെ ഒരു കുഞ്ഞ് കഫ്റ്റേറിയ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വളരെ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇരിട്ടിക്ക് ഇത് മാത്രമാണ് ഇല്ലാത്തത്. അപ്പം അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇത്. വളരെ ഇഷ്ടപ്പെട്ടു സ്ഥലം. അപ്പോൾ നമ്മളെ യുവ കലാ സാഹിതിയുടെ ഈ മെമ്പർമാരൊക്കെ നല്ല കലാകാരികളൊക്കെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത് നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഒരു സ്ഥലമാകുമ്പോൾ ഒരു കവിതയും പാട്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധ്യത പരമ്പരയൊന്നും നമുക്കൊന്ന് കൊഴിപ്പിക്കാം. അതേപോലെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് കലാകാരികൾ ഉൾപ്പെടെ ഈ പ്രകൃതി ആസ്വദിക്കാനുള്ള അവർ ഇങ്ങോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇന്നിവിടെ ഏകദേശം ഒരു 10-12 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 പേര് ഇവിടെ മാറി ഇന്ന് ഇവിടെ ആസ്വദിക്കുകയാണ്, അപ്പുറത്തൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ പാട്ട് കേട്ട് നമുക്കങ്ങ് തുടങ്ങാം. മേഡം ഏത് പാട്ടാണ് പാടുന്നത്? നമ്മുടെ പഴയ നദിയിലെ പാട്ട് ഓർക്കുന്നില്ലേ? പുഴകൾ മലകൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പാടാൻ. ഓക്കെ. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ മലകൾ. അടിപൊളി അടിപൊളി അടിപൊളി. നല്ലോണം കൈയടിക്കുക. അപ്പോൾ ഇപ്പോൾ പാട്ടോടെയാണ് നമ്മുടെ ഈ പരമ്പരയിൽ കഴിഞ്ഞ ദിവസം യുവ കലാസാഹിതിയുടെ മെമ്പർമാരായ നമ്മുടെ ഡോക്ടറൊക്കെ നല്ല പാട്ടൊക്കെ പാടി ഗംഭീരമാക്കി. അപ്പോൾ അവരാണ് യുവ കലാസാഹിതിയാണ് ഇവിടെ ഒരു കലാപരിപാടിക്ക് തുടക്കം കുറിച്ച ഈ സാധ്യതകൾ എന്ന് പറയുന്ന പരമ്പരയിൽ വളരെ ഗംഭീരമായിട്ട് പാടി. അടിപൊളി. അപ്പോൾ ഇനിയുള്ള നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ സ്ഥലം മാറി ഒരു എക്കോ പാർക്കായി മാറിയാൽ ഇവിടെ വെച്ച് നമുക്ക് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും. മാഡം നേരത്തെ പറഞ്ഞതുപോലെ AC ഒഴിവാക്കി ഇവിടെ വെച്ച് കൊച്ചു കലാപരിപാടികളും പുഴയെന്നുള്ള വായുവാണ് ഏറ്റവും ശുദ്ധവായു, ഏറ്റവും നല്ല ശുദ്ധവായു പുഴയെന്നുള്ള. അത് അങ്ങനെ ഒരു സ്ഥലത്തും കിട്ടില്ല. വേറെ ടൗണിലൊക്കെ പാർക്കുണ്ടെങ്കിലും ഇതുപോലെ പുഴയുടെ ഫ്രണ്ടിലായിട്ട് കിട്ടുന്ന സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ട് പാടി. അടുത്ത ഒരു പരിപാടി നമ്മുടെ യുവ കലാസാഹിതിയുടെ നല്ല നല്ല പരിപാടികൾ ഈ ഒരു എക്കോ പാർക്കിൽ ആകട്ടെ എന്ന് ഏജന്റ് സാധ്യത പരമ്പര ആശംസിക്കുകയാണ്. മേഡം നല്ലൊരു ഗായികയാണെന്നാണ്. നമുക്ക് ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ
അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ഇഷ്ടമുള്ള പാട്ട് പാടും. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിൽ അലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നെഞ്ചിരിയിൽ അലിയുന്നൻ ജീവരാഗം. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ വതിർ ചൊരിഞ്ഞു, വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിൽ അലിയും ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്ന ജീവമേഘം. ഗംഭീരം, അടിപൊളിയായിട്ട് പാടി. അപ്പോൾ നമ്മുടെ ഈ സാധ്യതകൾ പരമ്പരയിൽ എങ്ങനെ നമ്മുടെ ഈ ആദ്യം പറഞ്ഞു നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ സാധ്യത പരമ്പരയെക്കുറിച്ച്, ഈ ഒരു കണ്ടെത്തലിനെ കുറിച്ച്? 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ, അത് നമുക്ക് സാധിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ അതിൻ്റെ മുന്നിട്ട് ഇറങ്ങുന്ന ആളുകളുടെ കഴിവ്. സാധിച്ചെടുക്കണം, എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു ചാനൽ തുടങ്ങി, അത് ഏറ്റെടുത്ത് തുടങ്ങി, മറ്റുള്ളവരും അത് കണ്ട് ഏറ്റെടുത്ത് തുടങ്ങട്ടെ. അതുപോലെ മറ്റ് സംഘടനകൾ വരട്ടെ, കൂടെ കുട്ടികളും കൂടെ വരണം. കാരണം ഇന്നത്തെ സ്റ്റുഡൻസാണ് നാളത്തെ സമൂഹത്തിൻ്റെ. അപ്പോൾ അവർ കൂടി വന്നാൽ കൂടുതൽ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് വയനാട്ടിലേക്കൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഫ്രീ ടൈമുകളിലൊക്കെ ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല, ചെറിയൊരു 10-20 E3യുടെ അത്രയൊന്നും ഇല്ലെങ്കിലും അതിനോട് ഒരു മിനിയേച്ചറായിട്ടെങ്കിലും ഇതാക്കിയെടുക്കണം. E3 വയനാട്ടിൽ E3 ഇല്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് നമ്മുടെ ഇരിട്ടിയുടെ ഒരു കൊച്ചു സ്റ്റാച്യൂസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസ്, അങ്ങനത്തെ അതെല്ലാം കൂടി. ആദ്യം തന്നെ വേണ്ടത് വരുന്ന വഴിക്കുള്ള മാലിന്യങ്ങൾ വരുമ്പം തന്നെ ഒരു നെഗറ്റീവാണ് കാണുന്നത്. അതൊന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയുണ്ട്, അതൊന്നും എങ്ങനെയെങ്കിലും മാറ്റാനുള്ള നടപടി ഫസ്റ്റ് തന്നെ. നമ്മൾ വരുമ്പം തന്നെ കാണുമ്പോൾ ഒരു അയ്യോ ഇതിങ്ങനെയുള്ള സ്ഥലത്തേക്കാണല്ലോ നമ്മൾ പോണേന്നൊരു വിചാരം വരിക. അപ്പം ഇപ്പം മോളൊക്കെ കൂടെ വരുമ്പം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. വരുന്ന വഴി ഒരു ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മോശമാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നില്ല. അപ്പോൾ ആ വരുന്ന വഴിയെങ്കിലും ഫസ്റ്റ് എല്ലാവർക്കും കൂടി, ഒരാളല്ല, ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയോട് പറയാമെന്നല്ല, നമുക്കെല്ലാവർക്കും കൂടി ഓരോരുത്തരുടെയും കടമയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഇവിടെ ഇപ്പോൾ ഇവിടെ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ നാളത്തെ തലമുറക്ക് കൊടുക്കണ്ടല്ലേ. അപ്പം വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും കൂടി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. പാട്ട് പാടുമോ? പാട്ട് പാടില്ല. ഞാൻ സത്യത്തിൽ എഴുതലുണ്ട്, പക്ഷെ അത് പ്രസന്റ് ചെയ്തതിൽ എത്ര ശതമാനം ഇവരൊക്കെ നന്നായി പാടി. അപ്പൊ ഞാൻ കൂടെ പാടിയാ ചിലപ്പോ ഞാൻ പാടുന്നത് ചിലപ്പോ ഇവർക്ക് അറിയണ്ടാവില്ലല്ലോ. രണ്ടുപേരെ നന്നാവുമെന്നും അറിയില്ല, ക്ഷമിക്കുക. കുടമുള്ള പൂത്തരാ നിറമുള്ള സന്ധ്യയിൽ അരുമയായെന്തു സ്വകാര്യമോദി, അരുമയായെന്തു സ്വകാര്യമോദി, നീലക്കുറിഞ്ഞികൾ പൂവിട്ട വേളയിൽ അരുമയായെന്തോ സ്വകാര്യമോദി. ഓക്കെ, അപ്പോൾ സാധ്യതാ പരമ്പരയിൽ നമ്മുടെ വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ വളരെ താങ്ക് യു. അപ്പോൾ സാധ്യതകൾ പരമ്പരയിൽ ഈ ഒരു എക്കോ പാർക്ക് നന്നായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ മാറി മാറി നിൽപ്പുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. നല്ല കലാകാരികളൊക്കെയാണ്. നല്ലൊരു ഫോറസ്റ്റ്, നല്ല വലിയൊരു ഫോറസ്റ്റ്. അടിപൊളി, ഭയങ്കര അടിപൊളിയാ. പേര് ഷിജോ ജോർജ്. എവിടെ സ്ഥലം? എവിടെ? അങ്ങാടിക്കടവ്. അപ്പോൾ ഇരുട്ടിയിൽ അധികം നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഇരുട്ടിയിൽ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടോന്ന്. സുന്ദരം. ഇങ്ങോട്ട് കയറിയപ്പോഴേ നല്ല തണുപ്പ്, ഫുള്ള് നല്ല നല്ല വെള്ളം. ഇവിടെ പുഴയുണ്ടല്ലോ, സൗന്ദര്യം. അപ്പൊ ഇത് നമുക്ക് എക്കോ പാർക്കാക്കി മാറ്റണ്ടേ? എത്രയും നമുക്ക് പെട്ടെന്ന് ചെയ്യണത്. അങ്ങനെയാണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. എന്താ പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞു തന്നെ ഇപ്പൊ നല്ല എക്കോ പാർക്കാക്കി മാറ്റണം. അത് ചെയ്യണം, അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം, അതേ പറയാനുള്ളത്. പാട്ടൊക്കെ പാടുമോ? പാട്ട് കന്നഡ
കന്നഡ. ഓ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിട്ടിപ്പുഴ എന്ന് പറയുന്നത് ഏകദേശം കന്നഡയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതല്ലേ, കൂർഗ്. അപ്പോൾ നമ്മുടെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമം കൂടിയാണ്, ഹോം ടൗൺ ആണ് ഇരിട്ടി. കന്നഡയിലാണ്. കന്നഡയാണ്. എവിടെയാണ്? സിദ്ധാപുരം. സിദ്ധാപുരം. ഞാൻ മലയാളം പഠിച്ചത് ഇവിടെ വന്നിട്ട്, സ്കൂളിൽ പഠിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. അവിടെ ആരും ജനിച്ച് വളർന്നതൊക്കെ പഠിച്ചതൊക്കെ. ആണോ? അങ്ങനെയാണ് ഈ കന്നഡയിൽ ഏജന്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം എന്ന് പറയും, ಆಶಂಸ ಅಲ್ಲ ಕನ್ನಡದಲ್ಲಿ ಏಜೆಂಟ್ನಲ್ಲಿ ವರ್ಕ್ ಮಾಡ್ತಿರುವ ಎಲ್ಲರಿಗೂ ನನ್ನ ಪ್ರತ್ಯೇಕದ ಒಂದು ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತೇನೆ. അത് ഓക്കെ, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടെ. കന്നഡ എനിക്ക് അറിയില്ല, കന്നഡ തോടാ അറിയാം, അത് ഹിന്ദി ആയിപ്പോലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധ്യത, ഏജന്റിൻ്റെ സാധ്യത എന്ന് പറയുന്നൊരു പരമ്പരയാണിത്. ഈ സാധ്യതയുടെ പരമ്പരയിൽ ഇവിടെ മേഡം ഇപ്പോൾ വന്നല്ലോ, ഇതിൻ്റെ ഒരു സൗന്ദര്യം കന്നഡയിലൊന്ന് പറയാം. ನನಗೆ ಇಲ್ಲಿ ಬಂದು ತುಂಬ ಖುಷಿಯಾಯಿತು. ನೋಡಲಿಕ್ಕೆ ತುಂಬ ಮನೋಹರ ಉಂಟು. ಹೇಳಿದ್ರೆ ತುಂಬ ಇನ್ನು ವರ್ಣಿಸ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ಅಷ್ಟು ಒಳ್ಳೆಯದು. ನಾವು ಈ ಬಿಸಿಲಲ್ಲಿ ಇರುವಾಗ ಇಂಥ ಒಂದು ತುಂಬ ಈ ಕೂಲಾಗಿರುವ ಒಂದು ಪ್ಲೇಸ್ಗೆ ಬಂದು ಮನಸ್ಸಿಗೆ ತುಂಬ ಖುಷಿಯಾಗುಂಟು. അടിപൊളി. എനിക്കൊന്നും മനസ്സിലായില്ല, എങ്കിലും ഇത് കാണുന്ന കന്നഡ അറിയാവുന്നവർക്ക് ഇത് അറിയാം. അപ്പോൾ നമ്മുടെ ഇരിട്ടി എക്കോ പാർക്കിൻ്റെ സാധ്യത ചൂണ്ടിക്കാണിച്ചുള്ള ഈ പരമ്പരയിൽ കന്നഡയിലാണ് ഈ പ്രകൃതിയുടെ സുന്ദരമായിട്ടുള്ള ഒരു കാര്യം മേഡം പറഞ്ഞത്. അപ്പോൾ ഒരു കന്നഡ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, സാധ്യത പരമ്പരയിലെ പ്രേക്ഷകർക്ക് വേണ്ടി. ಪ್ರೇಮ ಚಂದ್ರಮ ಕೈಗೆ ಸಿಗುವುದೇ ಹೇಳೆ ತಂಗಾಳಿ, ನೀ ಹೇಳೆ ತಂಗಾಳಿ, ಮನಸಾರೆ ಮೆಚ್ಚಿಕೊಳ್ಳುವೆ, ಹೃದಯಾನ ಬೆಚ್ಚಿಕೊಡುವೆ, ಈ ಭೂಮಿ ಇರುವರೆಗೂ ನಾ ಪ್ರೇಮಿಯಾಗಿರುವೆ. ಪ್ರೇಮ ಚಂದ್ರಮ ಕೈಗೆ ಸಿಗುವುದೇ ಹೇಳೆ ತಂಗಾಳಿ, ನೀ ಹೇಳೆ ತಂಗಾಳಿ, ಬಾನಲಿ ಹುಣ್ಣಿಮೆಯಾದರೆ ನೀ ಸವೆಯಬೇಡ ಸವೆಯುವೆನಾ, ಮೇಣದ ಬೆಳಕೆಯಾದರೂ ನೀ ಕರಗಬೇಡ ಕರಗುವೆನಾ, ಹೂತೋಟವೇ ಆದರೆ ನೀನು ಬಲಗಳ ಬದಲು ಉದುರುವೆನಾ, ಹೇಳೆ ತಂಗಾಳಿ, ನೀ ಹೇಳೆ ತಂಗಾಳಿ, ಪ್ರೇಮ ಚಂದ್ರಮ ಕೈಗೆ ಸಿಗುವುದೇ ಹೇಳೆ ತಂಗಾಳಿ, ನೀ ಹೇಳೆ ತಂಗಾಳಿ. താങ്ക് യു. വാ, അടിപൊളി. ഒരു വെറൈറ്റി സാധനം, കന്നഡ സോങ്. കാതൽ ആ പാട്ടല്ലേ തമിഴില് അല്ലേ? ഗംഭീരം. അപ്പോൾ മാഡം എന്താണ് പേര്? പേര് പങ്കജാക്ഷി. പങ്കജാക്ഷി മെമ്പറാണല്ലേ? അതെ, പായം ഗ്രാമപഞ്ചായത്ത്. പായം ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ഈ പുഴക്കക്കരെ പായമാണ്. എങ്ങനെ നമ്മുടെ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ സ്ഥലം? ഈ സ്ഥലം ഇരിട്ടിയിൽ ഇത്രയും നല്ലൊരു സ്ഥലം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെ പായം പഞ്ചായത്തിലെ പെരുമ്പറമ്പ് എക്കോ പാർക്ക് പോലെ ഒരു നടപ്പാതയും ഇരിപ്പിടവും എല്ലാം ഒരുക്കി നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പാട്ടൊക്കെ പാടുമോ? ഇല്ല. അപ്പോൾ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ സാധ്യതകൾ പരമ്പര ചൂണ്ടിക്കാണിച്ച ഏജന്റിൻ്റെ പരമ്പരയാണ്. ഇതിപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. ഒരുപാട് സംഘാടകർ ഇരിട്ടി വ്യാപാരി, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ഈ കണ്ടെത്തലിനെ കുറിച്ച് എന്താണ് പറയാൻ? ഇങ്ങനെയൊരു മാലിന്യങ്ങളിട്ട ഈ സ്ഥലം എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നല്ലൊരു അടിപൊളി പാർക്കായി മാറ്റണം. ഓക്കെ, അതിനെല്ലാ സപ്പോർട്ടും നിങ്ങളുടെ വേണം. ഇതിങ്ങനെ കണ്ടെത്തി എടുത്ത ആൾക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഫസ്റ്റ് തന്നെ. അത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയില്ലായിരുന്നു. ഇത് നല്ലൊരു സ്ഥലമല്ല. ഈ ഇരിട്ടിയുടെ ഈ ചൂടുള്ള ഈ സ്ഥലത്ത് ഇപ്പൊ ടൗണിൽ ഞങ്ങൾ ഈ സമയത്ത് നിൽക്കുന്നെങ്കിൽ വിയർത്തൊഴുകും. നല്ല സുന്ദരം, കർച്ചീഫ് പോലും വേണ്ട. അതല്ല, നമ്മൾ കുറച്ചു നേരം ഒന്ന് വീഴ്ച ഒരുപാട് പക്ഷികൾ. ഇപ്പം അവർ പറഞ്ഞ പോലെ ഇരിട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വന്നാലും നമുക്കൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇരിക്കാനോ ഒന്നിനും ഒരു സ്ഥലമില്ലല്ലോ.
ഇപ്പോൾ ഇങ്ങോട്ട് ഒരു കുറച്ച് അരമണിക്കൂറൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാലും ഒരു കുറച്ച് സമയം ഇരുന്ന് പോകാനൊക്കെ ഒരു നല്ലൊരു സ്ഥലം. ഒരു പാർക്കിംഗ് ഏരിയയും കൂടെ വേണമെന്നാണ് ആഗ്രഹം. കണ്ടുപിടിച്ച് നിങ്ങളെല്ലാം ജനറ്റുകാരാണല്ലോ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവരെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇതൊന്നും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് ആക്കി വരണം. അതിനെല്ലാം ഞങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ട്, എല്ലാവർക്കും ഏജൻറ്റുകാരൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ? ഉഷാറ്, അടിപൊളിയാണ്. പേര് ഗംഗ. എവിടെ സ്ഥലം? എവിടെ? ആറളം. അപ്പോൾ ആറളത്ത് വന്നിരിക്കുകയാണ് രാവിലെ നമ്മുടെ ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി. എന്താ മാഡം പേര്? എൻ്റെ പേര് മണി പന്നോട്. എവിടെ വീട്? കീഴൂര്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള? വളരെ സുന്ദരമായ സ്ഥലം. ഞാൻ ആദ്യമായിട്ട് കീഴൂര് അടുത്താണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇരിട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സാറിനോട് ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു സ്ഥലം. ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു കാലിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഒരു പേടിയോടെ ഞാൻ പുറകോട്ട് വെച്ചു. അപ്പോൾ ഏതോ ഒരു അംഗം, ഈ സാഹിദീൻ്റെ അംഗം വരുന്നു. അപ്പോൾ ഇത് തന്നെ സ്ഥലം എന്ന് തീർച്ചയാക്കി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തണുപ്പോ എന്നാ പറയേണ്ടത്, ഭയങ്കര സുന്ദരമായ സ്ഥലം. ഇരിട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് കാണുന്ന ഒരു ഭയങ്കര ഒരു ഉള്ളിലൊരു കുളിര്. അപ്പോൾ കുറേ ഇത് തന്നെ ഒരു വൃത്തിയാക്കിയിട്ട് കുറച്ച് സംഘടനകളെല്ലാം കൂടി വൃത്തിയാക്കി. അപ്പോൾ ഇതിൻ്റെ ഈ മരത്തിൻ്റെ കമ്പലങ്ങ് ഇതാക്കി വൃത്തിയാക്കുക. അപ്പം നമുക്ക് ഇത് തന്നെ മതി ഇരിട്ടിയിലൊരു സ്ഥലം. വിശ്രമിക്കാനും വേസ്റ്റ് ഇടാണ്ട് അങ്ങനെ. പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാകരുത്. പെണ്ണുങ്ങൾക്കെല്ലാം ഇങ്ങോട്ട് കടന്നു വരണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം, ഗംഭീര സ്ഥലം. അതാണ് സാധ്യത പരമ്പര ചൂണ്ടിക്കാണിക്കുന്നത്. അധികൃതരിലേക്ക് ഇതൊരു വലിയൊരു സാധ്യതയാണ് നമ്മളെ ഇരിട്ടിക്കാർക്ക്. അതാരും എല്ലാ സംഘടനകളും അത് കണ്ണു തുറന്ന് കാണണം. ഇപ്പം നമ്മളെ നളന്തയെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നളന്തേൻ്റെ ഒരു പരിപാടീൻ്റെ ഭാഗമായിട്ട് പുഴക്കരയിൽ ഇതുപോലെ ഒരു വേസ്റ്റ് ഇടുന്നതിനെ പറ്റിയൊരു പരിപാടി വെച്ചിനാണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലേന്നറിയില്ല. അടുത്തതായി നളന്തയിൽ ഞാനത് എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പരിപാടി വെക്കാൻ ഞാൻ ഇത് പറയും. അപ്പോൾ സാധ്യത പരമ്പരയെ ഫലം കണ്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെയൊക്കെ വളരെ ശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഈ ഒരു നല്ലൊരു ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ സ്ഥലം നമുക്കൊരു എക്കോ പാർക്കാക്കി നമ്മുടെ ഇരിട്ടിയുടെ ഭാവി തലമുറയ്ക്കും ഇപ്പോഴുള്ള എല്ലാവർക്കും ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്ന് നമുക്ക് പ്രയത്നിക്കാം. മാഡത്തിൻ്റെ പേര്? സ്മിത. എവിടെ സ്ഥലം? വട്ടിയറയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് നൊസ്റ്റാൾജിക്കായിട്ട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് മുമ്പ്, വർഷങ്ങൾക്ക് മുന്നേ. കല്യാണം കഴിച്ച് കൊണ്ടുപോയത് വട്ടിയറയാണ്. അതിന് മുന്നേ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ സ്ഥലം ഉണ്ടായത്. ഈ പുഴയുടെ പ്രശ്നം കൊണ്ട് വിട്ടുപോയതാണ്, റോഡില്ലാത്ത കാരണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ കടന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതിലൂടെ പോയ ആ ഒരു ഓർമ്മ എനിക്കിപ്പോഴും ഭയങ്കര മനോഹരമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഇതിന് ഒരു ഭയങ്കര മനോഹാരിത ഇതിൽ കാണുന്നത് ഈ പുഴയോട് ചേർന്ന് നിൽക്കുന്ന മാത്രമല്ല, ഇതിനകത്തൊരു തുരുത്തും കൂടിയുണ്ട്. ആ തുരുത്തും കൂടിയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഒരു ആ കടത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇരിട്ടിയിൽ നമുക്ക് കുറച്ച് സമയം ഇരിട്ടിയിൽ ചിലവഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിക്കാനൊരു ലൈബ്രറിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് പോയിരിക്കാൻ ലേഡീസിന് ധൈര്യമായി പോയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമോ ഇരിട്ടിയിൽ ഉള്ളതായിട്ട് എൻ്റെ അറിവില്ല. ഞാൻ ഇരിട്ടിയിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളൊരു കുറച്ച് സമയം ഇരിട്ടിയിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് വന്നിരുന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒന്നും വേണ്ട, ഒരു ഷുഗർ ചെക്ക് ചെയ്യാൻ വന്ന ഒരാൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ടെസ്റ്റ് ചെയ്യാൻ. ജസ്റ്റ് ഞാൻ ഒന്ന് പറയുന്നുണ്ട്, ഒരു ഉദാഹരണം പോലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊന്ന് വന്നിരുന്ന് കുറച്ച് സമയം ഇത്രയും ടൗണിൻ്റെ ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലം ഇത്രയും മനോഹരമായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നാലേ, ഇപ്പം മനോഹരം എന്ന് എനിക്ക് അത്ര ഭയങ്കര മനോഹരം എന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാൽ കൂടിയും വൃത്തിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എന്താ പറയുക, ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാത്തിനും യുവകലയുടെ കൂടെ ഞാനുണ്ടാവും, നളന്തയിലും ഞാനുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ഇത് നിങ്ങൾ കുറച്ച് പേരിങ്ങനെ പറഞ്ഞ് അറിഞ്ഞ് ഒരുപാട് പേര് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ട് ഈ സംഭവം അതെ, ഇത് ഇങ്ങനെയൊരു സംഭവം ഡോക്ടർ സാർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അതിന് മുന്നേ നളന്തയിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു ചർച്ച വന്നിരുന്നു. ഞാൻ പുതിയ
അംഗമാണ്, ഇതിലെല്ലാം പുതിയ അംഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ചർച്ച വന്നിരുന്നു. അപ്പോൾ തന്നെ അന്നേരം ഞാൻ ആലോചിച്ചത് ഇതിൻ്റെ സാധ്യത ഇത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വിപുലമായിട്ട് ഇത്രയും സ്ഥലം ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് ഇത്രയും അറിയില്ല, ഞങ്ങളെ വഴി മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നും ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങളാണ്. അത് അന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ടല്ല, ഞാൻ മുന്നിൽ വേറെ ആൾക്ക് അനുഭവം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാത്രം ഞങ്ങൾക്കൊന്ന് ഇതൊന്ന് ശരിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ മതി. ഞങ്ങളെപ്പോലെയുള്ള വനിതകൾക്ക് ഇത് ഭയങ്കര ഒരു അനുഭവമായിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് മാഡം ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. മാഡം ഇവിടെ ഇരിട്ടിയിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ സൗന്ദര്യം നമ്മുടെയൊക്കെ ഇനി വരുന്ന പുതുതലമുറയ്ക്ക് ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും, അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവർ യുവകലാ സാഹിതി അതേപോലെ തന്നെ നടന്നൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഇതിനൊക്കെ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. ആരാണ് ഇതിനകത്ത് നന്നായിട്ട് പാട്ട് പാടുന്നത്? എന്തായാലും ഈ കലാസാഹിതിയിലൊക്കെ ഉള്ളവർ നല്ല കലാകാരന്മാരും കലാകാരികളൊക്കെയാണുള്ളത്. ഗംഗ പാടും അല്ലേ? പേലിയേഴും വീശിവ സ്വരരാഗമയൂരമേ, പേലിയേഴും വീശിവ സ്വരരാഗമയൂരമേ, ആയിരം വരവർണ്ണങ്ങൾ ആയിരം വരവർണ്ണങ്ങൾ ആളുമേ ഋതുസന്ധ്യയിൽ പീലിയേഴും വീശിവ സ്വരരാഗമാം മയൂരമേ. വൗ, ഗംഭീരം. അപ്പോൾ ആറളത്ത് നിന്ന് ഗംഗേച്ചി വന്നിട്ട് അടിച്ചു പൊളിച്ച് നമ്മുടെ സാധ്യത പരമ്പരയിൽ ഈ സുന്ദരമായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് പാട്ടൊക്കെ പാടി. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഇവിടെ വരണം. ഇതേപോലെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് അതുപോലെ എഴുത്തുകാർക്ക് വായനക്കാർക്കൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള വിശ്രമിക്കാൻ വരുന്നവർക്ക് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഈ എക്കോ പാർക്കിനെ മാറ്റിയെടുക്കണം. ഇതിന് നല്ലൊരു പേരും നമുക്ക് മുന്നോട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതിന് നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു പേരും കൂടി നമുക്കൊന്ന് ആലോചിച്ച് അത് നിങ്ങൾ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണം. ഇനി ആരെങ്കിലും പാട്ട്? കവിത. അപ്പോൾ ഇരിട്ടിയിൽ തന്നെ ജനിച്ചു വളർന്ന മാഡം നല്ലൊരു കവിതയാണ്. ഏത് കവിതയാണ്? ഞാൻ എൻ്റെ സ്വന്തം കവിത ഗദ്യകവിത ആയതുകൊണ്ട് തൽക്കാലം ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ എഴുതാറുണ്ട്. ആയിരം ഉണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആയിരം കാവുകളിലൂഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തൊള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കൈയാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും, ആയിരം പുഴകളുടെ ഓളങ്ങളായി എൻ്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും, പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും, കൂമൻ്റെ മൂളലായി പേടിപ്പെടുത്തിനി കുയിലിൻ്റെ കൂകലായി പേടി തീർക്കുന്നതും, അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിയിലൊതുക്കി വയ്ക്കുന്നതും, സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും, സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും, പിന്നെയൊരു ഷസ്സിനെ തോളിലേറ്റുന്നതും, എന്നെ ഉണർത്തുവാൻ എന്നെ അമൃതൂട്ടുവാൻ കദളീ വനഹൃദയ നീടത്തിലൊരു കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരിയിപ്പതും, ജലകണിക പോലവേ തരളമൻ വാഴ്വിനൊരു നളിനദലമായി നീ താങ്ങായി നിൽപ്പതും, അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇനി ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രമിവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. വാവ്, ഗംഭീരം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. നമ്മൾ അത്രയും പേരേ ഉള്ളൂ എങ്കിലും ഗംഭീരമായിട്ടാണ് പാട്ടുപാടിയത്. അപ്പോൾ
കലാരംഗം നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു എന്നാലും ഗംഭീരമായിരുന്നു, അടിപൊളിയായിട്ട് നല്ലൊരു ഭംഗി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം മാറണം. ഇത് കാണുമ്പോൾ ഒരു ഇതിൻ്റെ പേരിടണമെന്ന് തോന്നുന്നുണ്ടോ ഈ പാർക്കിന്? എക്കോ പാർക്ക്. എക്കോ പാർക്ക്. ഇത് പ്ലാസ്റ്റിക് പാർക്കാ. ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് പാർക്കാണ്. ഇനി ഇത് എക്കോ പാർക്കാക്കി മാറണം നമുക്ക്. മാറ്റണം. ഓക്കെ. പാട്ട് പാടുമോ? ഇല്ല. ഇല്ല. അങ്ങനെയുണ്ട് പുഴയൊക്കെ? അടിപൊളി. അടിപൊളി. നീന്തണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അറിയില്ല. അപ്പോൾ നമ്മുടെ എക്കോ പാർക്കിൽ വന്ന് ഇവര് വളരെ ഗംഭീരമായി ഇതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഇവര് എല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. ഏജന്റിന്റെ കണ്ടെത്തലിന് ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു. അതെനിക്കും പറയാനുള്ളത്. വളരെ നല്ല കണ്ടെത്തലാണ്. ഏജനെറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയതിൽ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഏജനറ്റിൻ്റെ ഈ സാധ്യതകൾക്ക് ഒരു വലിയ അഭിനന്ദനങ്ങൾ. നല്ല കണ്ടെത്തലാണ്, നല്ല പ്രോഗ്രാമാണ്. മുന്നോട്ട് ഇനി ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുക. ഓക്കെ, ഗംഗേച്ചി പറയൂ. ഏജനറ്റിൻ്റെ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു. ഏജനറ്റിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഏജനറ്റിൻ്റെ സാധ്യതകൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് നിന്ന് അപ്പോൾ ഒരുപാട് കലാകാരികളാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു പാട്ടൊക്കെ പാടി നമുക്കൊരു സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. തണലു കിട്ടാൻ തപസിലാണിന്നിവിടെയെല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ ഇന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. വാവ്, ഗംഭീരം ഗംഭീരം. ഈ ഒരു പരമ്പരയിൽ ഇത് പ്രകൃതിയുടെ ഒരു ഗാനമാണ്. ആ വരും തലമുറയ്ക്കുള്ള ആ ഒരു ഗാനം ഗംഭീരമായിട്ട് തന്നെ ഇവർ നമുക്ക് പാടിത്തന്നു. നമ്മുടെ സാധ്യത പരമ്പരയിൽ ഇവർ പാടിത്തന്നപ്പോൾ വളരെ വളരെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു പരമ്പരയിൽ നിങ്ങൾ രാവിലെ ഇവിടെ വന്നു. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള നമ്മുടെ കൂടെയുള്ള ഏജനറ്റിൻ്റെ ഈ സാധ്യതകളുള്ള യാത്രയിൽ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. നമുക്ക് ഇരിട്ടിയെ നമുക്ക് സുന്ദരമായിട്ടുള്ളൊരു എക്കോ പാർക്കാക്കി മാറ്റാൻ സാധിക്കാൻ നമ്മളെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിട്ടിയുടെ തിലകക്കുറി നമുക്ക് ഇവിടെ തന്നെ സ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സാധ്യതാ പരമ്പര നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇരിട്ടി കലാസാഹിതിയുടെ മെമ്പർമാർ, വനിതാ മെമ്പർമാരാണ് നമ്മോടൊപ്പം. അവരുടെ ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള സാധ്യതകൾ ഇത്രയും നേരം പങ്കുവച്ചത്. വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ, അധികൃതർ എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് ഇരിട്ടിക്കൊരു സുന്ദരമായിട്ടുള്ള ഒരു എക്കോ പാർക്ക് നമുക്കിവിടെ നിർമ്മിക്കാം. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനും ഡോളമിക്കുമൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.